എനിക്ക് പേടിയായിട്ടുണ്ടാവും. വെള്ളം വേണം. വെള്ളം വേണം. മുണ്ടക്കൈയിലെത്തിയപ്പോൾ നമ്മളൊരു അപൂർവ കാഴ്ച കണ്ടു. ഇത്തരത്തിൽ താൻ സ്നേഹത്തോടു കൂടി വളർത്തിയ വളർത്തുമൃഗങ്ങളെ തേടി ഒരു മനുഷ്യൻ തൻ്റെ വീടിരുന്ന സ്ഥലത്തേക്ക് വീണ്ടും ക്യാമ്പിൽ നിന്നും ഒക്കെ തന്നെ മടങ്ങി വരുന്ന ഒരു കാഴ്ച. ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഇത്തരത്തിൽ തൻ്റെ പ്രിയപ്പെട്ട വളർത്തുമൃഗങ്ങൾക്ക് അസുഖമുണ്ടാവാതിരിക്കാൻ വേണ്ടി ഇത്രയും ദിവസമായി പാലൊന്നും തന്നെ കറക്കാതെ അത്തരത്തിലൊരു അസുഖമുണ്ടാവാതിരിക്കാൻ വേണ്ടി പാലെല്ലാം തന്നെ ഇത്തരത്തിൽ കറന്നു കളയുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും അദ്ദേഹത്തോട് തന്നെ നമ്മൾക്ക് ചോദിക്കാം. ഇല്ലല്ല, ഇനിയുണ്ട് കാണാൻ. ഇനി ഒരു നാലെണ്ണം കൂടി ഉണ്ട്. പക്ഷെ ഇറ്റാളെ അവിടെയൊക്കെ വീങ്ങിയിട്ട് ഇനി അതിറ്റൊക്കെ പനി വന്ന് ചത്തുപോകും. ചാവുകയല്ല, പനി വരും. പിന്നെ എന്തായാലും ഇറ്റാളൊന്നും ജീവിക്കില്ല എന്ന് എനിക്കറിയാം. ഇവിടെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വല്ല മൃഗങ്ങൾ വന്ന് എന്തായാലും പിടിക്കൂല. എന്തെങ്കിലും വല്ല കടുവ പുലിയോ എന്നാലും വേണ്ടില്ല. അത് അത്രയും കാലം വേദന സഹിച്ച് ജീവിക്കണ്ടല്ലോ. ഇത് എന്ത് കൊടുക്കാനുണ്ടാവും? ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ അതും ഇതൊക്കെ ചപ്പും ചവറൊക്കെ കയറ് ഓരോ അടച്ചു വിട്ടാണ്. അന്നത്തെ ദിവസം നമ്മൾ കയറ് ഇല്ലല്ല, കയറ് ഞാൻ കെട്ടിപ്പോയതാണ്. ഞാൻ കൊട്ടായിൽ കെട്ടിയിട്ട് പോയതാണ്. പക്ഷെ ഇല്ലല്ല. അപ്പോൾ അല്ല, ഞാൻ എന്നിട്ട് എന്താക്കി ഈ റെസ്ക് ഇതിൻ്റെ ആൾക്കാർ വന്നില്ല ഇവിടെ. അവർക്ക് വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ കൊട്ടായിൽ ഇങ്ങനെ പശുക്കളുണ്ട് ആലയിൽ. അപ്പോൾ നിങ്ങളൊന്ന് അത് കയറൊന്ന് അറുത്ത് വിടണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അവരടുത്ത്. അങ്ങനെ അവർ കയററുത്ത് വിട്ടാ. ഇതിങ്ങനെ അറുത്ത് വിട്ടാൽ പോരാ, മൊത്തം അറുക്കണം. കയറ് കഴുത്തിലേ വേണ്ട. ഇതൊന്നും എവിടെയും പോയി കുടുങ്ങി ചാവും ചിലപ്പോൾ. ഇനി ഒരു 4 കൂടി കാണാണ്ട്. അതിന് തിരഞ്ഞെടുക്കുകയാണ് ഞാൻ. ഏതൊരു 10-12 ലിറ്റർ പാലെടുക്കണം പക്ഷേ ഒരു നേരം. ഇത്തരത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ഓമന വളർത്തുമൃഗങ്ങൾ എന്തായാലും അവർക്ക് കൂടുതൽ കാലം പൊരുതി നിൽക്കാനാവില്ല എങ്കിൽ ഉള്ളിടത്തോളം കാലം ആരോഗ്യത്തോടെ ജീവിക്കട്ടെ എന്ന പ്രതീക്ഷയിലാണ് ഈ മനുഷ്യൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയൊക്കെ തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ഇനി ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു കണികകൾ അവശേഷിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തി ഈ വളർത്തുമൃഗങ്ങളെയെങ്കിലും ഒരു പരിധിവരെ സുരക്ഷിതരാക്കാൻ ശ്രമിക്കുന്നത്. മുണ്ടക്കൈയിൽ നിന്നും ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.